ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഈ ഇൻഡിക്കേറ്റർ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ മണ്ടയ്ക്ക് നമ്മൾ SMC എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടുന്നതാണ്. വേറെ എന്ത് ഇൻഡിക്കേറ്റർ SMC ലക്സ് ആൽഗോ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ. സ്റ്റാർ ഇടാം. അപ്പം സ്മാർട്ട് മണി കോൺസെപ്റ്റ് SMC ലക്സ് ആൽഗോ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. നല്ല യൂസേജ് ഉള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പോഴത്തേക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മുടെ SMC കോൺസെപ്റ്റായ ബ്രേക്ക് ഓഫ് സസ്റ്ററും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഈക്വൽ സ്ലോയും ഈക്വൽ ഹൈയും ഓട്ടർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും എല്ലാം ഈ ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സിലൂടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് വേണ്ടത് യൂസ് ചെയ്യാനും വേണ്ടാത്തത് റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു ഓപ്ഷനുണ്ട്. നമുക്കിത് ഡെയിലി ക്യാനിലെ ഹൈയും ലോയും കാണിച്ചിരുന്നൊരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. നമ്മൾ സെറ്റ് ചെയ്താൽ മതി. പ്രീമിയം ഡിസ്കൗണ്ട് സോൺ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒറ്റ ഇൻഡിക്കേറ്റർ കിട്ടും. അതാണ് എനിക്ക് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം. ഞാനിത് പലപ്പോഴും മാറ്റിയും മറിഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബേസിക് തിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രോങ് ലോയും സ്ട്രോങ് ഹൈയും ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ചാർട്ടിൽ ഇതിൻ്റെ സ്ട്രോങ് ഹൈയും സ്ട്രോങ് ലോയും ആണ് ഇത്. കൂടാതെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഈ ഇൻഡിക്കേറ്റർ തന്നെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. പ്രൈസ് ഇവിടെ എത്തുവാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. ബൈ എടുത്തിട്ട് നേരെ നമ്മുടെ ഹൈയിലോട്ട് വെക്കാം. ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടിപ്പ് വെച്ചാൽ നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ബിൽഡിനായിട്ട് യൂസ് ചെയ്യുക. ബ്ലൈൻഡായിട്ട് ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ട്രസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ഇൻഡിക്കേറ്ററിനകത്ത് വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടോടെ കിടക്കട്ടെ. പിന്നെ കളർ ക്യാൻഡിലുണ്ട്. കളർ ക്യാൻഡിൽ വേണമെങ്കിൽ നമ്മുടെ ക്യാൻഡിലിൻ്റെ കളർ മാറുന്നതായിരിക്കും. റെഡും ബ്ലാക്ക് എന്ന രീതിയിൽ, റെഡും ഗ്രീനും പിന്നെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് പുള്ളിഷ് വേണോ അതോ POSും ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രം മതിയോ, അത് അതിൻ്റെ കളേഴ്സ്, പിന്നെ ഈ ലേബിൾസ് ഇത്തിരിയുടെ വലുതാക്കാം ചെറുതാക്കാം അങ്ങനത്തെ ഒരു ഫീച്ചറോടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഓൾ സ്ട്രക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ബുള്ളിഷ് വേണം, ബെയർ സ്ട്രക്ചേഴ്സ് ഓഫാക്കി ഓണാക്കി ഇടാൻ പറ്റും. അതാണ് എനിക്ക് ഈ ഇൻഡിക്കേറ്ററിന് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ താഴോട്ട് വരുവാണെങ്കിൽ ഓർഡർ ബ്ലോക്ക്, ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്ക് ഈ 5 കാണിക്കുന്ന ഇതിൻ്റെ ലെന്താണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എത്രത്തോളം നീളത്തിൽ വരണം എന്നുള്ള ലെന്താണ് കാണിക്കുന്നത്. സിങ് ഓർഡർ ബ്ലോക്ക്, പിന്നെ ഓർഡർ ബ്ലോക്ക് ഫിൽറ്റേഴ്സ്, ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ മീൻ റേഞ്ച് ഉണ്ട്. ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാം കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഈക്വൽ ലോയും ഈക്വലായും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 2 ക്യാൻഡിലുകൾ ഇവിടെ ഈക്വൽ ഉണ്ടാക്കുന്നതിനാണ് ഈക്വൽ ലോയും ഈക്വലായി എന്ന് പറയുന്നത്. ഇതെല്ലാം കാണാൻ പറ്റും. ഈക്വലായി, ഈക്വൽ ലോയും. അടുത്ത നിങ്ങൾക്ക് SMCയുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. SMC നല്ലൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ സത്യം പറയുകയാണെങ്കിൽ ഇത്തിരി വിന്നിങ് റേറ്റ് കുറവാണ്. പക്ഷെ കിട്ടുന്ന വിന്നിങ്ങിൽ 1:10 കിട്ടും. പക്ഷെ ആ ഒരു 1:10 നമ്മൾ കിട്ടണമെങ്കിൽ കുറച്ച് ലോസ് എടുക്കേണ്ടി വരും. കാരണം എല്ലാത്തിലും അത് വർക്കാകത്തില്ല. ചില കണ്ടീഷനിൽ വർക്കാവും. ആ വർക്കാവുന്ന കണ്ടീഷനിൽ നല്ലൊരു എമൗണ്ട് റിസ്ക് വെച്ചുകൊണ്ട് നല്ല ഹ്യൂജ് എമൗണ്ട് റിവാർഡ് എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു റിവാർഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എല്ലാ സിറ്റുവേഷനിലും അത് വർക്കാവുന്നില്ല ഇപ്പം. എന്നാൽ പൂർണ്ണമായിട്ട് വർക്കാവുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ട്രാറ്റജീനെ എവിടെ വർക്കാവും എവിടെ വർക്കാകത്തില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് SMC എന്ന് മെയിൻലി പറയുന്നത് വെച്ചാൽ അത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണ് കറക്റ്റായിട്ട് ഈ SMC എന്ന് പറഞ്ഞാൽ. SMC എവിടെയൊക്കെ എടുക്കാൻ പാടില്ല എന്നും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻഡിക്കേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഗുണം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ SMCയുടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു താഴെ ഒരു ഓർഡർ ബ്ലോക്കിന് ഇവിടെ ഒരു എൻട്രി, ഇവിടെ ഒരു എൻട്രി
അതിൻ്റെ അടിയിൽ SL ഈ ഒരു സിഗ്നൽ ആയി വരാം. അതാണ് ഈ SMCയുടെ ഗുണം. നമുക്ക് 1:6 1:10 വരെയൊക്കെ നമുക്ക് ഈ SMCയിൽ നമുക്ക് ഒരു റിസ്ക്വാഡ് കിട്ടും. പക്ഷേ ഇതെല്ലാത്തിലും വർക്കാകത്തില്ല, അതുകൊണ്ടാണ് ഡിസഡ്വാൻറ്റേജ്. പക്ഷെ നമുക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ കാണും, എങ്കിലും നമുക്ക് എപ്പോഴും വർക്കാവണമെന്ന് നിർബന്ധമില്ല. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.